രാഹുൽ മാങ്കൂട്ടത്തിനെ വിവാദങ്ങളിൽപ്പെടുത്തി തളർത്താമെന്ന മോഹം കയ്യിലിരിക്കുകയേ ഉള്ളൂ എന്ന് എതിരാളികൾക്ക് ഏതാണ്ട് മനസ്സിലായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഔദ്യോഗിക പരിപാടികളിൽ സജീവമാകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പൂഴിക്കുന്നം റോഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും. നാളെ നടക്കുന്ന റോഡ് ഉദ്ഘാടനത്തിന്റെ ഫ്ലെക്സ് ബോർഡുകൾ പാലക്കാടിന്റെ നഗരഭാഗങ്ങളിൽ ഒക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഔദ്യോഗിക പരിപാടിക്ക് എത്തിയാൽ തടയുമെന്ന DYFI നിലപാടുകളെ നേരിടാൻ തന്നെയാണ് കോൺഗ്രസിലെ പുലിക്കുട്ടികളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം പാലക്കാട് മണ്ഡലത്തിലെ 36-ാം വാർഡിലെ കുടുംബശ്രീ വാർഷികം ബാലസദസ്സിൽ രാഹുൽ പങ്കെടുത്തിരുന്നു. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് ജനമറിഞ്ഞ സാഹചര്യം ഉണ്ടായില്ലെന്ന പരാതികൾ ഉയർന്നെങ്കിൽ ഇത്തവണ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചാണ് രാഹുൽ പാലക്കാടേക്ക് എത്തുന്നത്. ജനകീയനായ രാഹുലിനെ വിവാദങ്ങളുടെ മേൽ തളർത്താനുള്ള പദ്ധതികളൊന്നും ഇനി വിലപ്പോകില്ല. ഷാഫിയെയും രാഹുലിനെയും ഉൾപ്പെടെ സംയോജിപ്പിച്ച് നികൃഷ്ടമായ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ മെനക്കെടുന്നവർക്ക് ഒരു വെല്ലുവിളി തന്നെയാകും നാളത്തെ പരിപാടി എന്നത് ഉറപ്പാണ്. പേരാമ്പ്രയിൽ നടന്ന UDF പ്രതിഷേധത്തിനിടെ ഷാഫി പറമ്പിലിന് പരിക്കേറ്റ സംഭവത്തിൽ കൊല്ലാൻ മടിക്കാത്ത സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ശബരിമലയിൽ അയ്യപ്പന്റെ പൊന്നുകെട്ട വിഷയം മറയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് ഈ മർദ്ദനമെന്നും രാഹുൽ പറഞ്ഞിരുന്നു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് എന്ന് പറയും പോലെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള CPM തന്ത്രം സ്ത്രീ വിഷയമായിരുന്നെങ്കിൽ നാടിനെ നടുക്കിയ ആരാധനാലയത്തിലെ സ്വർണ്ണ കൊള്ളയാണ് CPMന്റെ പ്രതിരോധത്തിലാക്കുന്നത്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് എന്ന് പറയും പോലെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള CPM തന്ത്രം സ്ത്രീ വിഷയമായിരുന്നെങ്കിൽ നാടിനെ നടുക്കിയ ആരാധനാലയത്തിലെ സ്വർണ്ണ കൊള്ളയാണ് CPMനെ പ്രതിരോധത്തിലാക്കുന്നത്.